ഹായ് ഫ്രണ്ട്സ്, നമ്മളെന്ന് വന്നേക്കുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായ കരിമീനുമായിട്ടാണ്. അപ്പോൾ കരിമീൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീനാണ്. അപ്പോൾ കരിമീൻ ഡ്യൂപ്ലിക്കേറ്റാണ് നമ്മൾ തിലാപ്പിയ എന്ന് പറയുന്ന സാധനം. പക്ഷേ ഇത് തിലാപ്പിയല്ല, 100% ഒറിജിനൽ ISO സർട്ടിഫൈഡ് കരിമീൻ തന്നെയാണ്. എല്ലാവർക്കും കരിമീൻ കഴുകാനാണ് ഏറ്റവും പാടെന്ന് പറയുന്നത്, അതിൻ്റെ കറുപ്പൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കരിമീൻ ഫ്രൈയുടെയും കരിമീൻ നിർവ്വാണയുടെ വീഡിയോയുടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇപ്പോൾ അതേ മുകളിൽ ഐക്കാർഡിൽ കിട്ടും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ ഞാൻ അവിടെയും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കഴുകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. ബാക്കിയെല്ലാ മീനും നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ കഴുകിയ മീൻ നമ്മൾ ഇതേപോലെ വരയിട്ടിട്ട് കാരണം നമുക്കൊരു ഫ്രൈ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓൾറെഡി പൊള്ളിച്ചതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ലൈക്ക് കാർഡിലും കൊടുത്തേക്കാം. ഫിഷ് റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി കണ്ടു. എല്ലാം കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഇതിൻ്റെ മസാല തേക്കണം. അതിനായി നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് പെരിഞ്ചീരകം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇഞ്ചിയില്ല, നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ വരുന്നത് മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അനുസരിച്ച് മീനിൻ്റെ മെഷർമെൻറ്റ്സിൽ മാറ്റം വരുത്തിക്കോളൂ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ അരച്ച് നല്ലൊരു തിക്ക് പേസ്റ്റാക്കി എടുത്താൽ മാത്രമേ ഇത് നമുക്ക് മീനിനെ പുരട്ടിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചേക്കാം. ഞാനത് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല, അതുകൊണ്ട് എടുത്ത് പറഞ്ഞു. നാരങ്ങ നീരും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ നമ്മുടെ മീനിൽ തേച്ച് പിടിപ്പിക്കാം. നമുക്ക് നല്ലതുപോലെ മീനിൻ്റെ ആ വിടവിലൊക്കെ നമ്മൾ വരഞ്ഞു കൊടുത്തില്ലേ, അതിനകത്തൊക്കെ തേച്ച് ഫുൾ നമ്മുടെ മീനിനെ കുളിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ വയറ് കീറിയ ഭാഗത്തും കുറച്ച് സൈഡിലൊക്കെ തേച്ച് കൊടുക്കുമ്പോഴത്തേന് മൊത്തത്തിൽ ആ മീനിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ കറിവേപ്പിലേൻ്റെയും ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയുടെ ഒക്കെ നല്ല മണം കിട്ടും. എന്നിട്ട് നമ്മൾ തേച്ച് വെച്ച് നമ്മൾ ഏകദേശം ഒരു 3 മീനിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നുണ്ട്. നല്ലപോലെ തേച്ച് ഒരു അടിപൊളി കിടലൻ മണമായിരിക്കും നമുക്ക് ഈ ഒരു മസാലയ്ക്ക്. ഒരു 10-15 മിനിറ്റ് നമുക്ക് വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് നല്ലൊരു അടുപ്പിൽ നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. ഇത് മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെയും നമ്മുടെ ഈ സ്റ്റൗവിൻ്റെ മേടിച്ചതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് ഇതേപോലെ പുറത്ത് കുക്ക് ചെയ്യാനുള്ളവർക്ക്, അല്ലെങ്കിൽ ട്രാവലിംഗ് പോകുമ്പോൾ കുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു അടുപ്പും അതിൻ്റെ ചെറിയ ഗ്യാസ് സ്റ്റൗവിൻ്റെയും അത് നമുക്ക് പമ്പിൽ നിന്ന് മേടിക്കാം. ബാക്കി ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പറ്റുന്നൊരു മേടിച്ചേക്കണം. നമ്മുടെ ഈ തവയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമുക്ക് ആദ്യം ഉദ്ഘാടനമുണ്ട്. ചില തവയിൽ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കുമെന്ന് പറയും. അപ്പം നമ്മൾ ആദ്യം ചെറിയ മീനിട്ട് കൊടുത്ത് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത വലിയ മീൻ വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കറിവേപ്പില ഒന്ന് ബെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ മീനിട്ട് പൊരിച്ചെടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കത്തില്ല, പാത്രത്തിൽ കരിഞ്ഞ് പിടിക്കത്തില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ലപോലെ ഒരു 10-15 മിനിറ്റ് ഒരു സൈഡിൽ ഫ്ലെയിം കുറച്ചിടുക, അധികം ഫ്ലെയിം ആക്കരുത്. കുറച്ചിട്ടതിന് ശേഷം ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടെ ഇട്ട് മറിച്ച് ഇതേപോലെ മുരിച്ചെടുത്താൽ നല്ല അടിപൊളി കരിമീൻ കിട്ടും. നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ ഇച്ചിരി മുളക് പൊടിയും ഒരു തോടെ എണ്ണയും കരിമീനും കൊണ്ട് പൊരിച്ച് കഴിഞ്ഞാൽ ഒരു പറ ചോറുണ്ടാകും. ഇത് ഒരു സിനിമയിൽ നമുക്ക് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ട്. കണ്ടില്ലാത്തൊരു കണ്ടു നോക്കണേ, ആ ഒരു സീൻ പറയുന്നത് അന്ന് പറഞ്ഞ് കറക്റ്റാകും. കരിമീൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറിന്, ഒരു മോരോ രസമോ എന്തെങ്കിലും മതി. അത്ര ടേസ്റ്റുള്ള ഗംഭീര ടേസ്റ്റുള്ളൊരു മീനാണ് നമ്മുടെ കരിമീൻ എന്ന് പറയുന്നത്. എല്ലാവരും കഴിച്ചിട്ടുണ്ട്, ഒബ്വിയസ്ലി എല്ലാവരും കഴിച്ചിട്ടുണ്ട്. നമ്മളിന്ന് കരിമീനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമൊന്നുമില്ല. കരിമീൻ കഴിച്ചിട്ടില്ലാത്തൊരു ആരെങ്കിലും തന്നെ കാണത്തില്ല മലയാളികളായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കരിമീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതായിട്ടും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കരിമീൻ ഫ്രൈയുടെ വീഡിയോ നേരിട്ട് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കരിമീൻ ഫ്രൈ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരിമീൻ കറിയാണ്. വെറും കറിയല്ല, വറുത്തരച്ച മീൻ, നല്ല തേങ്ങയൊക്കെ മൂപ്പിച്ച് വറുത്ത അടിപൊളി മീൻ കറി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉരുളി വെച്ച് ചൂടാക്കുക. ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അകത്ത് കറി വയ്ക്കാനായിട്ട് ഉരുളിയൊക്കെ ചൂടാക്കുക. നമ്മൾ വറുത്ത എണ്ണ തന്നെ എടുത്തേക്കുന്നത്, ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമ്മൾ എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് ഉള്ളി വഴറ്റും. സവാളയും കൊച്ചുള്ളിയും കൂടെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ തേങ്ങയും കൂടെ വറുക്കാനായിട്ട് വയ്ക്കുക. നല്ല തേങ്ങ, കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കുരുമുളകും കൂടെ ഇട്ട് നല്ലതുപോലെ വറുത്ത് മൂപ്പിച്ചെടുക്കുക. അതെല്ലാവർക്കും അറിയാമെന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പം നമ്മൾ അത് എടുത്ത് തണുപ്പിച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ നല്ല കട്ടിക്കരയ്ക്കുക. നമ്മൾ മുളകൊന്നും ചേർക്കുന്നില്ല, അത് ബാക്കി ഇവിടെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വരാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വറുത്തരയ്ക്കുന്ന തേങ്ങ നമുക്ക് നോർമലി വറുത്തരയ്ക്കുന്ന പോലെ എല്ലാം ചെയ്യാം. ഞാനിപ്പോൾ പൊടികളായതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ.
നിങ്ങൾക്ക് ഹോൾ സ്പേസസ് ആണ് ഇരിക്കുന്നതെങ്കിൽ വറുത്തരയ്ക്കുന്ന കൂട്ടത്തിൽ തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ മല്ലിയും മുളകൊക്കെ ഇടാമെന്നുള്ളതാണ്. ഞാനിപ്പോൾ തൽക്കാലം അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ബാക്കിയെല്ലാം ഈ ഉള്ളിയിലിട്ട് നമ്മൾ ഉള്ളി ഒന്ന് പൊത്തി വയ്ക്കുന്നുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പൊത്തി വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു അടപ്പ് വെച്ച് നമുക്ക് അടയ്ക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മസാല ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത മീനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ നമ്മൾ ഇടാതിരുന്നുണ്ട്. ബാക്കി നമ്മൾ മസാലപ്പൊടി ആഡ് ചെയ്യാണ്. മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, പിന്നെ വരുന്ന ഉലുവാപ്പൊടി, ഇത്രയും കൂടെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇതിൽ നല്ലതുപോലെ മൂത്ത് വരുന്നവരെ വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ തേങ്ങ വറുത്തരച്ച് കൂടെ ചേർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ വറുത്തരച്ച തേങ്ങ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ശകലം ആ ജാറും നമ്മൾ കൊണ്ടുവന്ന പാത്രവും കൂടെ കഴുകുന്ന വെള്ളം കൂടെ ഒന്ന് കഴുകി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പം ഇത് ചെറിയ ലിക്വിഡായിട്ട് കിട്ടും. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശകലം കൂടെ ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വേറെ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം ചില ഗ്രേവി ആയിട്ട് തിന്നാലും തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ മസാല ഒന്ന് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത് നല്ലതുപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ എന്താ പറയുക പുളി ഇട്ട് കൊടുക്കുക. ഏത് പുളി ഇടും? പിഴിപുളി ഇടരുത്, തോട് പുളി ഇടരുത്. ഇതാണ് നമ്മുടെ പെണംപുളി എന്നല്ലേ, തോട് പുളി, പെണംപുളി എന്നൊക്കെ പലർക്കും പറയും. അപ്പോൾ നമുക്ക് ആ പുളി ഇട്ടിട്ട് വേണമെന്നെങ്കിൽ ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഗ്രേവി കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെ മീനൊക്കെ ഇടുമ്പം കുറച്ച് ഗ്രേവി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ശകലം വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കും. വറ്റിച്ചെടുക്കുക എന്നുള്ളപ്പം ഈ ഗ്രേവി നമുക്ക് മീനൊക്കെ ഇട്ട് വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പുളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ മീനും കൂടെ ഇട്ട് കൊടുക്കണം. സാധാരണ മീനല്ല, നമ്മുടെ കരിമീനാണ് ഇടുന്നത്. അപ്പം വറുത്തരച്ച് മീൻ കറി, കരിമീൻ കറിയാണ് നമ്മൾ വെക്കുന്നത്. അത്യാവശ്യം 3 കരിമീൻ നമുക്ക് വലുത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ഇടുന്നത്. ആദ്യം കണ്ട ഫ്രൈയുടെ ചെറുത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഉപ്പ് നോക്കിയൊക്കെ തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ വേറൊരു പുതിയ മീനും കൂടെ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മസാലയൊക്കെ റെഡിയായിട്ട് നിങ്ങൾ അത് കരിമീനിൻ്റെ എന്താ പറയുക മസാലയ്ക്കകത്ത് കരിമീൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഒന്നും സംശയിക്കാനൊന്നുമില്ല, കപ്പ തന്നെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല കുത്തരി ചോറും കപ്പ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ കോമ്പിനേഷൻ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കഴിക്കാം, അത് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പേഴ്സണലി ഇപ്പോൾ കഴിക്കാൻ എടുത്തേക്കുന്നത് കുത്തരി ചോറും കപ്പയും തന്നെയാണ്. അങ്ങനെ നമ്മളത് വറുത്തരച്ച് കരിമീൻ കറിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ പുറത്ത് ഒഴിക്കുന്നു, 2 കറിവേപ്പില വെച്ച് അടച്ച് വെക്കുന്നു. ഇത്രയും കൂടെ ആയാലും നമ്മുടെ പരിപാടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് ചോറും കറിയൊക്കെ കാണുമ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കാൻ കിടന്നുറങ്ങാന്നുള്ളത് നമ്മൾ കറിയൊക്കെ വറ്റി ചാറൊക്കെ കുറുകി നല്ല സെറ്റായിട്ട് അടിപൊളി നമ്മുടെ കരിമീൻ വറുത്തരച്ച് കറി ഇരിപ്പുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലാത്തൊരു വീഡിയോ കണ്ടിട്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ബൈ.